നമസ്കാരം. 47 വർഷം മുൻപ് റിലീസ് ചെയ്യപ്പെട്ട സിനിമയിലെ നായിക ഇന്നലെ എന്ന പോലെ ഓർമ്മിക്കപ്പെടുകയോ? ചരിത്രത്തിലെ ഈ അപൂർവതയുടെ പേരാണ് സുരേഖ. സുരേഖയെ ആദ്യമായി സ്ക്രീനിൽ കാണുന്നത് പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത തകരയിലാണ്. പ്രതാപ് പോത്തന്റെ നായികയായി സുഭാഷിണി എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് അവർ എക്കാലവും ഓർമ്മയിൽ സ്ഥാനം പിടിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നു. തകര കൾട്ട് ക്ലാസിക്കുകളിലൊന്നായി മാറിയതോടെ സ്വാഭാവികമായും ചർച്ചകളിൽ സുരേഖയ്ക്കും ഒരു സ്ഥാനം ലഭിച്ചു. പിന്നീടവർ അവതരിപ്പിച്ച ശ്രദ്ധേയമായ വേഷം ഐ.വി. ശശിയുടെ ഈ നാട് എന്ന സിനിമയിലാണ്. വിഷമദ്യ ദുരന്തം ഒരു നാടിനെയാകെ വിഴുങ്ങിയപ്പോൾ കല്യാണരാത്രിയിൽ പ്രതിശ്രുത വരനൊപ്പം ചാരായത്തിന്റെ ലഹരിയിൽ മയങ്ങി ഇനിയൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് പോയ പെൺകുട്ടിയായി സുരേഖ ജനലക്ഷങ്ങളുടെ മനസ്സിൽ നിത്യനൊമ്പരമായി. അക്കാലത്തെ ഒരു വൻ ഹിറ്റായിരുന്നു ഈ നാട്. പിന്നീട് ഏതൊക്കെയോ ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതൊഴിച്ചാൽ പ്രസക്തമായ വേഷങ്ങളിലൊന്നും സുരേഖയെ കണ്ടിട്ടില്ല. ചില തമിഴ് സീരിയലുകളായി അവരുടെ തട്ടകം. പിന്നീട് അവിടെയും കാണാതായി. സുരേഖ എവിടെയെന്ന് ആരും അന്വേഷിച്ചില്ല. കാരണം നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ അഭിനേത്രിയായിരുന്നില്ല അവർ. തകരയെ പ്രണയിച്ച പെൺകുട്ടി എന്നതായിരുന്നു എക്കാലവും അവരുടെ പ്രസക്തി. അതിലുപരി അവരസലാക്കിയ ചില ചൂടൻ രംഗങ്ങൾ അക്കാലത്തെ യുവതയെ കുറച്ചൊന്നുമല്ല ത്രസിപ്പിച്ചത്. കൊളുത്തിവലിക്കുന്ന നോട്ടവും ഭാവവും കൊണ്ടും ഇന്റിമേറ്റ് രംഗങ്ങളിലെ യാഥാർത്ഥ്യ പ്രതീതി കൊണ്ടും അവർ ഒരുപാട് യുവാക്കളുടെ ഉറക്കം കെടുത്തിയിരുന്നു അക്കാലത്ത്. ഇടയ്ക്ക് മാസ്റ്റേഴ്സ് എന്ന പടത്തിൽ വന്നുപോയതൊഴിച്ചാൽ സുരേഖയെക്കുറിച്ച് ഒരറിവുമില്ല. സുരേഖയ്ക്ക് ഒരു മലയാള ബന്ധം കൂടിയുണ്ട്. സഹോദരന്റെ ഭാര്യ കോട്ടയംകാരിയാണ്. 1964 ആന്ധ്രാപ്രദേശിൽ ജനിച്ച സുരേഖയുടെ യഥാർത്ഥ പേര് സുരേഖ മേരി എന്നാണ്. അച്ഛൻ രാമറാവു ഒരു കമ്പനിയിൽ ജനറൽ മാനേജറായിരുന്നു. അച്ഛന്റെ ജ്യേഷ്ഠൻ സിനിമാ നിർമ്മാതാവും അനുജൻ സംവിധായകനും. കമ്പനിയുടെ ഉടമ എൻ.ആർ. സന്ധ്യ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ അമ്മയുമായി. അങ്ങനെ ചുറ്റിലും സിനിമാ ബന്ധങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ വളർന്നത്. സുരേഖയ്ക്ക് നവീൻ എന്നുപേരുള്ള ഒരനുജൻ കൂടിയുണ്ടായിരുന്നു. മകളെ ഒരു നടിയാക്കണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ അഭിനയിക്കാൻ ആവശ്യപ്പെടുമ്പോൾ സുരേഖ ശക്തമായി എതിർക്കും. അച്ഛൻ വീണ്ടും അഭ്യർത്ഥിക്കും. 4 വയസ്സുള്ളപ്പോൾ ബാലതാരമായി ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു. ആദ്യ സിനിമയിൽ കുട്ടിയായ സുരേഖ ഒരു മരുന്നുകുപ്പി എറിഞ്ഞുടയ്ക്കുന്ന സീനുണ്ട്. പല കാരണങ്ങളാൽ 4 ടേക്ക് എടുത്തിട്ടും ഷോട്ട് ഓക്കെയായില്ല. ഇനി ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് കുട്ടി വഴക്കുണ്ടാക്കി. സുരേഖയുടെ വിഷമം കണ്ട് ഇനി മോൾ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിച്ചു. അതോടെ അഭിനയം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അച്ഛൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. 8ാം ക്ലാസ്സിൽ വച്ച് അന്ന് തെലുങ്കിലെ വലിയ ഫിലിം മേക്കറായ ഭീം സിംഗിന്റെ പടത്തിന്റെ ഓഫർ വന്നു. കരുണാമയി എന്ന ഭക്തി സിനിമ. രാമറാവുവിന്റെ മകൾക്ക് നിഷ്കളങ്കമായ മുഖമാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് 2 ദിവസം സ്കൂൾ ഗേറ്റിൽ അവർ സുരേഖയെ പിന്തുടർന്നു. അതുകഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആ സിനിമ സൂപ്പർ ഹിറ്റായി. 18 ഭാഷകളിലേക്ക് അത് ഡബ്ബ് ചെയ്തു. ആ പടം കണ്ടിഷ്ടപ്പെട്ട ഭരതൻ സുരേഖയെ സമീപിച്ചു. ആ സമയത്ത് ഒറ്റ മലയാളം വാക്കറിയില്ല. ആദ്യം പഠിച്ചത് ഊണു കഴിച്ചോ എന്നാണ്. സംവിധായകൻ തന്നെയാണ് അത് പറഞ്ഞുതന്നതെന്ന് സുരേഖ പറയുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തകര ചെയ്യുന്നത്. ഈ സിനിമകൾക്കെല്ലാം വേണ്ടി 10ഉം 15ഉം ദിവസങ്ങൾ ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കണം. അന്ന് സ്കൂളിൽ നിന്ന് അവധി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കരുണാമയി എന്ന പടം ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തം, തകര ചെയ്യുമ്പോൾ ടൈഫോയിഡ് എന്നെല്ലാം കള്ളം പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് അവധി സംഘടിപ്പിച്ചത്. സുരേഖ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ടും മൊത്തത്തിൽ ഒരു നല്ല കുട്ടിയായതുകൊണ്ടും ആ കള്ളം അധ്യാപകർ വിശ്വസിച്ചു. ഡോക്ടറാകുക എന്നതായിരുന്നു സുരേഖയുടെ ആഗ്രഹം. സയൻസിന് ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് സുരേഖയ്ക്കായിരുന്നു. വീട്ടിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നിന്നുകൊടുത്തു. പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അഭിനയം ആസ്വദിച്ചു തുടങ്ങി. അഭിനയിക്കുന്ന കാലത്ത് ഏതെങ്കിലും വിധത്തിൽ മെഡിസിന് പഠിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കി. മറ്റേതൊരു കോഴ്സാണെങ്കിലും വിദൂര പഠനം വഴി പഠിക്കാം. മെഡിസിന് അത് പറ്റില്ലല്ലോ. സുരേഖ അന്ന് 3 ഷെഡ്യൂളുകളിലൊക്കെ ജോലി ചെയ്യുന്ന കാലമാണ്. നടക്കില്ലെന്ന് കണ്ടപ്പോൾ ആഗ്രഹത്തോട് വിട പറഞ്ഞു. അപ്പോഴും പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം മനസ്സിലുണ്ടായിരുന്നു. ആ കുറവ് നികത്താനായി ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഹിന്ദി സാഹിത്യത്തിലും PG എടുത്തു. അഡ്വർടൈസിംഗിൽ PG ഡിപ്ലോമ എടുത്തു. ഇതൊക്കെയാണെങ്കിലും തന്റെ ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാത്തതിന്റെ ദുഃഖം അവരെ പിന്തുടർന്നിരുന്നു. കുറച്ചുകാലം ക്യാൻസർ രോഗികൾക്ക് കൗൺസലിംഗ് നൽകി.
ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലും അക്യുപങ്ക്ചറിലും നേച്ചുറോപ്പതിയിലും ഡിപ്ലോമ എടുത്ത് പ്രാക്ടീസ് ചെയ്തു. പക്ഷേ അതൊന്നും ഒരു ഡോക്ടറുടെ കർമ്മത്തിന് സമാനമാകുന്നില്ലല്ലോ. തകര ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഗ്ലാമർ സീനുകളിൽ അഭിനയിക്കേണ്ടി വന്നു. അത് കഥയ്ക്ക് അനിവാര്യമാണെന്നതുകൊണ്ട് ചെയ്തുവെങ്കിലും സുരേഖ ശരിക്കും അസ്വസ്ഥയായിരുന്നു. അവരുടെ കുടുംബ പശ്ചാത്തലത്തിനും മാനസികാവസ്ഥയ്ക്കും തീരെ യോജിക്കുന്നതായിരുന്നില്ല പല സീനുകളും. തുടർന്നും സമാനമായ വേഷങ്ങൾ വന്നെങ്കിലും സ്വീകരിച്ചില്ല. 80കളിലാണ് സിനിമയിൽ സജീവമായിരുന്നത്. 4 തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും സാന്നിധ്യമുണ്ടായിരുന്നു. എങ്കിലും വ്യാപകമായ തലത്തിൽ പ്രശസ്തയായത് തകരയിലൂടെയാണ്. IV ശശിയുടെ സ്ഥിരം നായികമാരിലൊരാളായിരുന്നു സുരേഖ. അങ്ങാടി, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നാട്, തടാകം, ജോൺ ജാഫർ ജനാർദ്ദനൻ, സിന്ദൂരസന്ധ്യക്ക് മൗനം, ഇത്രയും കാലം, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടത്തിലും നല്ല കഥാപാത്രമായിരുന്നു. മലയാളത്തിൽ ഈ നാടൊഴികെ ഒരു സിനിമയിലും സ്വന്തം ശബ്ദം കൊടുത്തിട്ടില്ല. തമിഴ് ചുവയുള്ള മലയാളം പറയുന്നതുകൊണ്ട് ആരും സമ്മതിച്ചില്ല. ഈ നാടിൽ ചെമ്പകമെന്ന തമിഴ് പെൺകുട്ടിയായി അഭിനയിച്ചതുകൊണ്ട് ഡബ്ബ് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെയാണെങ്കിലും ഇന്ന് നല്ല ഒഴുക്കോടെ മലയാളം പറയും സുരേഖ. മലയാളത്തിൽ അഭിനയിച്ച മിക്കവാറും എല്ലാ സിനിമകളിൽ നിന്നും തനിക്ക് ആഹ്ലാദപൂർണമായ അനുഭവങ്ങളാണുണ്ടായതെന്നും എന്നാൽ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട അനുഭവത്തിനും മലയാള സിനിമ കാരണമായെന്ന് അവർ ഒരഭിമുഖത്തിൽ തുറന്നടിച്ചു. അന്തരിച്ച ഒരു പ്രമുഖ സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് സുരേഖയെ ക്ഷണിക്കുന്നു. മലയാളത്തിലെ ഒരു പ്രശസ്ത സാഹിത്യകാരന്റെ നോവൽ ആധാരമാക്കിയാണ് സിനിമ. ഒറ്റനോട്ടത്തിൽ നല്ല ഓഫർ. എന്നാൽ ഡയറക്ടറുടെ സ്വഭാവം ശരിയല്ലെന്ന് പലരും വിലക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്മാറാൻ നോക്കി. എന്നാൽ ഡയറക്ടർ വീട്ടിൽ വന്ന് എല്ലാം ഭദ്രമാണെന്ന് സംസാരിച്ച് കുടുംബത്തെ ബോധ്യപ്പെടുത്തി. എന്നാൽ ലൊക്കേഷനിലെത്തിയതും അയാളുടെ പെരുമാറ്റം വളരെ മോശമായി. സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ പാതിവഴി പോരേണ്ടി വന്നു. പിന്നീട് ഒരിക്കലും അയാളുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. അതേസമയം ഭരതൻ, പത്മരാജൻ, ജോഷി, IV ശശി എന്നിവർ തനിക്ക് വലിയ പിന്തുണ നൽകിയിരുന്നതായും സുരേഖ പറഞ്ഞു. സിനിമയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ദീർഘമായ ഇടവേളകൾ എടുക്കുന്നത് സുരേഖയുടെ ശീലമായിരുന്നു. കരിയറിന്റെ തുടക്കകാലത്ത് സിനിമാ താരങ്ങൾ ഒരു അപൂർവ കാഴ്ചയായിരുന്നു. കാറിന്റെ ഗ്ലാസിൽ സൺഷെയ്ഡൊക്കെ ഒട്ടിച്ചു വേണം പുറത്ത് സഞ്ചരിക്കാൻ. സ്വകാര്യത തീരെ ഇല്ലാതായി. സുഹൃത്തുക്കളുമായി ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല. സുരേഖ നോക്കുമ്പോൾ താനൊരു ചില്ലുകൂട്ടിലിരിക്കുന്നു. കൂട്ടുകാരികളെല്ലാം വളരെ സന്തോഷവതികളായി ആസ്വദിച്ചു ജീവിക്കുന്നു. ഒന്നാമത് സ്കൂൾ ജീവിതം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കോളേജ് ജീവിതം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നും ലളിതമായി ജീവിക്കാനായിരുന്നു മോഹം, ഒരു സാധാരണക്കാരിയെപ്പോലെ. 25-ാം വയസ്സിൽ അഭിനയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ വരേണ്ട, പ്രശസ്തി വേണ്ട എന്ന് മനസ്സു പറഞ്ഞ ഘട്ടം. പിന്നീട് സ്വന്തമായി നിർമ്മിച്ച ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചു. തിരക്കുകൾ കുറഞ്ഞപ്പോൾ അവർ ഡോക്ടർ ശ്രീനിവാസനെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് കാത്രിൻ എന്നൊരു മകളും ജനിച്ചു. വിവാഹം ശേഷം പൂർണ്ണമായും സിനിമ ഉപേക്ഷിച്ചു. പകരം ബിസിനസ്സിൽ ശ്രദ്ധിച്ചു. ചെന്നൈ മീഡിയ പ്ലസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 3 വർഷം സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു. തുടർന്ന് അപസ്വരങ്ങൾ തലപൊക്കി. രണ്ടുപേരും 2 തലത്തിലുള്ള വ്യക്തികളായിരുന്നു. പരസ്പരം പിരിയുന്നതിനെക്കുറിച്ച് പലകുറി ആലോചിച്ചു. സിംഗിൾ പേരന്റ്ഷിപ്പ് റിസ്ക് ആണെന്ന് പലരും ഉപദേശിച്ചു. മകൾക്ക് വേണ്ടി പരമാവധി ഒത്തുപോകാൻ നോക്കി. എന്തിന് നീ ഇത്രയും സഹിച്ചു ജീവിക്കുന്നു എന്ന് ചിലർ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോഴും സുരേഖ കാര്യമാക്കിയില്ല. മകൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഭർത്താവ് സുരേഖയെ വിട്ടുപോയി. ഈ സന്നിഗ്ധഘട്ടത്തിൽ നിന്നും കരകയറുന്നതിനായി വീണ്ടും അഭിനയത്തെ ശരണം പ്രാപിച്ചു. തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് 2023 വരെ അവർ സജീവമായിരുന്നു. ചെറിയ ഇടവേളകൾക്ക് ശേഷം വല്ലപ്പോഴും ഒരു സിനിമ എന്നതായിരുന്നു കണക്ക്. ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും തുടർച്ചകളുണ്ടായില്ല. സിനിമയിൽ ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന തിരിച്ചറിവിൽ സുരേഖ സംരംഭകയുടെ റോളിലേക്ക് കടന്നുപോയി. ആഡ് ഫിലിംസ്, കോർപ്പറേറ്റ് ഫിലിംസ്, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ് എന്നിവ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൌസ് സ്ഥാപിച്ചു. ആയുർരേഖ എന്ന ആയുർവേദിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറാണ്. ആയുർവേദിക് കോൺസെപ്റ്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് രൂപീകരിച്ചു. ഇന്നത്തെ സുരേഖയെ അവർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീയെ സംബന്ധിച്ച് സിംഗിൾ പേരന്റ് ആയിരിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ മുൻപത്തേക്കാൾ സന്തോഷവതിയാണിന്ന്. മദർ മേരിയായി അഭിനയിച്ചതാണ് ജീവിത സാഫല്യമായി അവർ കാണുന്നത്. മലയാളത്തിൽ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു വേഷം ലഭിക്കാതെ പോയതിൽ അവർക്ക് വേദനയുണ്ട്. പക്ഷേ ഏത് സുനാമിയും മറികടക്കാൻ സുരേഖയുടെ മനസ്സിന് കഴിയും. മകൾ കാത്രിനു വേണ്ടിയാണ് ഇന്നവർ ജീവിക്കുന്നത്. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാക്കിക്കൊടുക്കണം, നല്ല വ്യക്തിയായി വളർത്തണം. സിനിമയിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. നിർണായക കഥാപാത്രങ്ങളോ സാമ്പത്തിക സുരക്ഷിതത്വമോ ഉണ്ടായില്ല. പക്ഷേ മനുഷ്യന്റെ അതിജീവനം അതിനെല്ലാം അപ്പുറമാണ് എന്ന തിരിച്ചറിവ് സുരേഖയെ നയിക്കുന്നു എന്നും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.